നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? എല്ലാ ദിവസവും രാവിലെ 6 മണിക്കോ 7 മണിക്കോ എഴുന്നേൽക്കണം എന്ന് കരുതിയായിരിക്കും നമ്മൾ കിടന്നുറങ്ങുന്നത്. എന്നാൽ കൃത്യമായി പുലർച്ചെ 3 മണിക്കും 5 മണിക്കും ഇടയിലുള്ള ആ സമയത്ത് ആരോ വന്ന് വിളിച്ചുണർത്തുന്നത് പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം നഷ്ടപ്പെടാറുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക സമയത്ത് മാത്രം നിങ്ങളുടെ ഉറക്കം ഭംഗപ്പെടുന്നത്? ഇത് വെറുമൊരു ശാരീരിക അസ്വസ്ഥതയോ മാനസിക സമ്മർദ്ദമോ ആണെന്ന് കരുതി തള്ളിക്കളയാൻ വരട്ടെ. ഇതിന് പിന്നിൽ വലിയൊരു ആത്മീയ രഹസ്യമുണ്ട്. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ പദ്ധതി ഇതിന് പിന്നിലുണ്ട്. ഇങ്ങനെ ഉണരുന്ന നിമിഷങ്ങളിൽ നമ്മൾ ഉടനെ ചെയ്യേണ്ട 3 അത്ഭുത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നു. വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ മാറ്റാൻ ഈ അറിവിന് സാധിക്കും. ആദ്യം തന്നെ ഈ സമയത്ത് ഉണരുന്നതിനെ കുറിച്ച് ശാസ്ത്രം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ അമിതമായ ഉത്കണ്ഠ, സമ്മർദ്ദം അല്ലെങ്കിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഇതൊക്കെ കൊണ്ട് ആളുകൾ ഈ സമയത്ത് ഉണരാം. എന്നാൽ ആത്മീയ വശത്തേക്ക് നോക്കിയാൽ ഇതിന് അതിനേക്കാൾ വലിയൊരു അർത്ഥമുണ്ട്. ക്രൈസ്തവ ആത്മീയ പാരമ്പര്യത്തിൽ പുലർച്ചെ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തെ രാത്രിയുടെ 4 യാമം അഥവാ അവസാന യാമം എന്നാണ് വിളിക്കുന്നത്. ഭൗതിക ലോകവും ആത്മീയ ലോകവും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മൂടുപടം ഏറ്റവും നേർത്തതായിരിക്കുന്ന സമയമാണിത്. പകലിന്റെ തിരക്കുകളിൽ നിന്നും കോലാഹലങ്ങളിൽ നിന്നും മാറി പ്രകൃതി മുഴുവൻ നിശബ്ദമായിരിക്കുന്ന ഈ സമയമാണ് ദൈവം മനുഷ്യനുമായി വ്യക്തിപരമായി സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. ഇത് കൂടുതൽ വ്യക്തമാകാൻ ബൈബിളിലെ ഒരു പ്രധാന സംഭവം നമുക്ക് ഓർക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ യാക്കോബ് ദൈവത്തിന്റെ ദൂതനുമായി മൽപിടുത്തം നടത്തുന്നത് ഈ ഒരു പുലർച്ചെ സമയത്താണ്. തന്റെ ജ്യേഷ്ഠനായ ഏസാവിനെ ഭയന്ന് ആ രാത്രിയിൽ യാക്കോബ് തനിച്ചായിരുന്നപ്പോൾ ഒരു നിഗൂഢ വ്യക്തി അവിടെ വരികയും പുലർച്ചെ വരെ അവർ തമ്മിൽ വലിയൊരു പോരാട്ടം നടക്കുകയും ചെയ്തു. പുലർച്ചെയായപ്പോൾ ആ ദൂതൻ യാക്കോബിനോട് എന്നെ വിടുക എന്ന് ആവശ്യപ്പെട്ടെങ്കിലും അങ്ങനെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല എന്ന് യാക്കോബ് ഉറപ്പിച്ചു പറഞ്ഞു. ഒടുവിൽ ആ പുലർച്ചെ യാമത്തിൽ ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുകയും ഇവന് ഇസ്രായേൽ എന്നൊരു പുതിയ പേര് നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ പുലർച്ചെ സമയങ്ങളിൽ നമ്മൾ ഉണരുന്നത് ദൈവം നമ്മെ ഒരു ആത്മീയ പോരാട്ടത്തിനായി വലിയൊരു അനുഗ്രഹത്തിനായി വിളിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് ഉണരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വപ്നങ്ങളെ തിരിച്ചറിയുക. ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന പ്രധാന വഴികളിലൊന്നാണ് സ്വപ്നങ്ങൾ. നിങ്ങൾ ഉണരുന്നതിന് തൊട്ട് മുൻപ് കണ്ട സ്വപ്നം എന്താണെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതിൽ ദൈവം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ നൽകുന്ന ആത്മീയ മാർഗനിർദ്ദേശങ്ങളോ മുന്നറിയിപ്പുകളോ ഉണ്ടാകാം. ദൈവവചനം ധ്യാനിക്കുക. ചിലപ്പോൾ കണ്ട സ്വപ്നങ്ങൾ ഓർത്തെടുക്കാൻ പിശാച് നമ്മുടെ മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒട്ടും പരിഭ്രാന്തരാകാതെ ശാന്തമായിരുന്ന് ദൈവവചനം ധ്യാനിക്കുക. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ആ നിശബ്ദതയെ ഉപയോഗിക്കുക. ദൈവിക വാഗ്ദത്തങ്ങൾ പ്രഖ്യാപിക്കുക. ഈ സമയം വരുന്ന പുതിയ ദിവസത്തിനു മേൽ ദൈവത്തിന്റെ പൂർണ്ണ നിയന്ത്രണം പ്രഖ്യാപിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിനു മേലും ജീവിതത്തിനു മേലും ദൈവത്തിന്റെ സംരക്ഷണവും വിജയവും നിങ്ങളുടെ നാവ് കൊണ്ട് തുറന്നു പ്രഖ്യാപിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആത്മീയമായി ശക്തിപ്പെടുക മാത്രമല്ല, നമ്മുടെ ദിവസത്തെ ദൈവം നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പുലർച്ചെ 3 മണിക്കും 5 മണിക്കും ഇടയിൽ നിങ്ങൾ ഉണരുന്നുണ്ടെങ്കിൽ ഓർക്കുക, ദൈവം തന്റെ ജനത്തെയും കുടുംബത്തെയും കാക്കാൻ നിങ്ങളെ ഒരു കാവൽക്കാരനായി ആ സമയത്ത് നിയമിക്കുകയാണ്. അതുകൊണ്ട് ആ സമയം വെറുതെ ഫോൺ നോക്കിയോ ഉറക്കം വരുന്നില്ലല്ലോ എന്ന് വിഷമിച്ച് കളയാതെ കർത്താവുമായുള്ള ബന്ധം ആഴത്തിലാക്കാൻ ഉപയോഗിക്കുക. ഈ ആത്മീയ ആഹ്വാനത്തോട് തുറന്ന ഹൃദയത്തോടെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ആത്മീയ ചിന്തകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.